ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഈ ഒരു സെഷനിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സെമസ്റ്റർ 4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് നടത്തിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ, സോ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 1 ഓക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഉദ്ദേശം നിങ്ങൾ യൂണിവേഴ്സിറ്റി പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ, ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്തരത്തിലായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റുകൾ, അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് എങ്ങനെയാണ് അതിൽ വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആവശ്യമുള്ള മാത്രം എഴുതുക, വെറുതെ നമ്മൾ ഗ്യാസ് നിറച്ച് വെച്ചിട്ട് കാര്യമില്ല, അല്ലേ? തോന്നിയതുപോലുള്ള കുറേ പോയിന്റുകൾ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണെങ്കിൽ അത് ബുള്ളറ്റ് ചെയ്ത് പോയിന്റ് ആക്കി എഴുതി വെക്കുക. ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു ഇവാലുവേറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളാണ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പാരഗ്രാഫ് വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു എക്സാമിൻ ആൻഡ് ഈസി ടു പുട്ട് മാർക്സ് ആണ്, അല്ലേ? സോ ഈ ഒരു സെഷനിൽ നമ്മൾ KTU കണ്ടക്ട് ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 1 ഡിസ്കഷനാണ്. ആൻഡ് നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എത്രയാണ്? ഇറ്റ് ഈസ് CET, ഇറ്റ് ഈസ് ലെറ്റ് മീ ടേക്ക് ദ പെൻ, CET 206 ആണ്, അല്ലേ? ഇറ്റ് ഈസ് CET 206. പേപ്പർ കോഡ് ഏതാണ്? CET 206 ആണ്. CET wait it is CET 206. പേപ്പർ ഡിസ്കഷൻ ഏതാണ്? CET 206 ആണ്. നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. റീഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 പറയുന്നത് എന്താണ്? വാട്ട് ആർ ദ സ്പെഷ്യൽ കൺസിഡറേഷൻ ദാറ്റ് ടു ബി ടേക്കൺ വൈൽ അലൈനിങ് റോഡ്സ് ഓൺ ഹിൽ ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യൽ കൺസിഡറേഷൻ ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ വൈൽ അലൈനിങ് റോഡ്സ് ഓൺ ഹിൽ? ആൻഡ് നമുക്ക് അറിയാം, ഒരു മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലേ? ആൻഡ് എസ്സേയുടെ 14 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലിയർ? 3 മാർക്കിൻ്റെ പാർട്ട് എയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു എസ്സേ ഉണ്ടാവും 14 മാർക്കിന്, അതും ഓപ്ഷൻ ഉള്ളതാണ്. സോ നമുക്ക് എല്ലാം ചെയ്യണം. നമ്മൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ചെയ്യും. ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റിന് 3 മാർക്കാണുള്ളത്. വെരി എന്താണ് പ്രിസൈസ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എന്ത് ചെയ്താൽ മതി, നെയിം ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ലൈറ്റായിട്ടൊരു എക്സ്പ്ലനേഷനും. നോക്കിയാൽ 3 മാർക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 3 ലൈൻ വരുന്ന ഓരോ എക്സ്പ്ലനേഷൻ ചെയ്താൽ മതി. ഏകദേശം ഒരു 9 ലൈൻ. ആ രീതിയിൽ വേണം നമ്മളെ മാക്സിമം അത്രേ പാടുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ വെറുതെ വലിച്ചു വരേണ്ട കാര്യമില്ല. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം എന്ന് പറയും. നിങ്ങൾ കൺസെപ്റ്റും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, അതും കൂടി ഉണ്ട് നമ്മുടെ ഉദ്ദേശം. സോ എന്താണ് ഹില്ലി റോഡ്സ് എന്ന് പറഞ്ഞാൽ? ഹില്ലി റോഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വൺ വിച്ച് പാസസ് ത്രൂ എ ടെറൈൻ വിത്ത് എ ക്രോസ് സ്ലോപ്പ് ഓഫ് 25% ഓർ മോർ. 25% ഓർ മോർ. നമുക്കറിയാം സ്ലോപ്സ് ഓഫ് ദ ടെറൈൻ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ക്രോസ് സ്ലോപ്പ് ആണ്. 0 to 10% ആണെങ്കിൽ പ്ലെയിൻ ടെറൈൻ, 10 to 25% ആണെങ്കിൽ അതെന്ത് പറയും? ദാറ്റ് ഈസ് termed ആസ് റോളിംഗ് ടെറൈൻ. ദെൻ 25 to 60% ആണെങ്കിൽ ഇറ്റ് ഈസ് termed ആസ് മൗണ്ടൈനിയസ് ടെറൈൻ. മോർ ദാൻ 60% ആയി കഴിഞ്ഞാൽ അതിനെ സ്റ്റീപ്പ് ടെറൈൻ എന്ന് പറയും. സോ പൊതുവേ മൗണ്ടൈനിയസ് ടെറൈൻ എവിടെ മുതൽ തുടങ്ങും? 25% മുകളിലോട്ട്. 25% ഓർ മോർ ഈസ് കൺസിഡർ ആസ് മൗണ്ടൈനിയസ്, ആൻഡ് മോർ ദാൻ 60 ആണെങ്കിൽ അതിന് സ്റ്റീപ്പ് ടെറൈൻ എന്ന് പറയും. നോക്കിയേ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാണ് ഹില്ലി ടെറൈൻ എന്താണെന്ന്. ഇത് നമ്മുടെ എക്സാമിന് എഴുതേണ്ട കാര്യമല്ല. ഇനി IRC കോഡ് ഫോളോ ചെയ്യുന്നതാണ്. IRT SP 73 ആൻഡ് IRC SP 84 ആണ്. ഹാവ് മെർജ്ഡ് ദ മൗണ്ടൈനിയസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ഹാവിംഗ് ക്രോസ് സ്ലോപ്പ് മോർ ദാൻ 25%. ജനറൽ ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതേണ്ട പോയിന്റുകൾ ഇതാണ്. വാട്ട് ഈസ് എ സ്പെഷ്യൽ കൺസിഡറേഷൻ ടു ബി കൺസിഡേർഡ്? ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ട പോയിന്റുകൾ. നിർബന്ധം എഴുതാം. ലെറ്റ് മീ സൂം ദിസ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ 4 പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും 3 പോയിന്റ് മെൻഷൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. സ്ലോപ്പ് സ്റ്റെബിലിറ്റി. നോക്കിയേ, എ കോമൺ പ്രോബ്ലം ഇൻ ഹില്ലി റോഡ് ഈസ് ലാൻഡ് സൈഡ് ആൻഡ് സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ ടു ചൂസ് ദ സൈഡ് ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് വൺ ഈസ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി ആണ്. എന്താണെന്ന് പേര് പറയണം. ഓക്കെ, വിത്ത് എനി 3 വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് ഡ്രെയിനേജ് കണ്ടീഷൻ. ന്യൂമറസ് ഹിൽ സൈഡ് ഡ്രെയിൻസ് ടു adequately drain the water across the road should be provided, but attempt should be made to align the road where number of cross drainage structures are minimized so that നമ്മുടെ കൺസ്ട്രക്ഷൻ മൊത്തം എന്താവും? നമുക്ക് എക്കണോമിക്കൽ ആയിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ ജോമെട്രി. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഗ്രേഡ്, കർവ്സ്, സൈഡ് ഡിസ്റ്റൻസ്, സ്പീഡ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഫീച്ചേഴ്സ് ആർ ഫോളോഡ് ഇൻ ദ ഹിൽ റോഡ്സ് ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റെസിസ്റ്റിംഗ് ലെങ്ത്. ഇതെന്തായാലും നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. The resisting length should be kept as low as possible. Thus, the ineffective rise and excessive fall should be kept minimum. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക. ഇത് 4 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് ഏതെങ്കിലും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? നോക്കിയേ, അഡീഷണൽ ആയിട്ട് 1-2 പോയിന്റ് കൂടി പറയാം. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ടേബിൾ, ഈ ടേബിൾ നോക്കിയാൽ നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗ് മൊത്തം പഠിക്കുന്നതാണ്.
ഓക്കെ, ആദ്യത്തെ ഈ 4-5 കോളം, അതായത് അപ് ടു ഹിയർ നമുക്കറിയാം മൗണ്ടൈനസ് ടെറൈൻ, സ്റ്റീപ്പ് ടെറൈൻ. യെസ്, റോഡ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, യെസ്, നോക്കിയേ, ഇതാണ് 2015 ആൻഡ് 2014 സ്പെസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫോർ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ നമുക്ക് റൂളിംഗ് സ്പീഡ് 60 km/h ആണ് വരുന്നത് ആൻഡ് മിനിമം സ്പീഡ് 40 km/h ആണ്. ജസ്റ്റ് ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാണ്. യെസ്, ഡിസൈൻ സ്പീഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓഫ് ബോത്ത് മൗണ്ടൈനസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ് അതേപോലെ തന്നെ നമുക്ക് മൗണ്ടൈനസ് ടെറൈൻ ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ്റെ രണ്ട് IRC 52 2001 ഉണ്ട്, IRC 52 SP 73 ആൻഡ് 84 2014-15 റിവൈഷനും ഉണ്ട്. ഓക്കെ, മിനിമം റേഡിയസ് ഓഫ് ദ കർവ് ആണ് അറ്റ് ദ ഹൊറിസോണൽ കർവ്. ഇത് അറിഞ്ഞിരിക്കുക. ഫോർ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ ഇൻ മൗണ്ടൈനസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ, യെസ്, ഡിസൈറബിൾ ആൻഡ് ആബ്സലൂട്ട് മിനിമം റേഡിയസ് ആണ് പറയുന്നത് 150 ആൻഡ് 75 mm ആണ്. ഇങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ് കൂടി എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട്. ദാറ്റ് ഈസ് പാർട്ട് എയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ സ്പെഷ്യൽ കൺസിഡറേഷൻ വി റിക്വയർഡ് ഇൻ ദ ഹില്ലി ടെറൈൻ ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ, വാട്ട് ഈസ് ക്യാമ്പർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺ റോഡ്സ്. സോ എന്താണ് ക്യാമ്പർ എന്ന് എഴുതണം, എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഴുതണം. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ക്യാമ്പർ ഓൺ എ റോഡ്. സോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ക്യാമ്പർ എന്ന ഡെഫിനിഷൻ എഴുതുക, ഫിഗർ വരച്ചാൽ നല്ലതാണ്. ഹൗ ഈസ് പ്രൊവൈഡഡ്, അതിന് 2 മെത്തേഡ്സ് നമുക്കറിയാം. ആൻഡ് ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, സോ 1-2 ഫാക്ടേഴ്സ് എഴുതുക, അതായത് അതിന് ടേബിൾ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? യെസ്. സോ എന്താണ് ക്യാമ്പർ എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ക്യാമ്പർ? Camber is a transverse slope provided, അല്ലേ? It is a transverse slope provided. It is a transverse slope provided ആണ്. എന്താ ഉദ്ദേശം? For draining of the water. For drain of OFF. Drain of, yes, surface water, isn't it? Drain of surface water ആണ്. ഇതാണ് നമ്മൾ മെയിൻലി കൊടുക്കുന്ന ക്യാമ്പർ, അല്ലേ? ദിസ് ഇസ് എ ഡെഫിനേഷൻ ഓഫ് ക്യാമ്പർ. ആൻഡ് നമ്മൾ കോമൺലി കൊടുക്കുന്ന ക്യാമ്പർ ഏതാണ്? പരാബോളിക് ക്യാമ്പർ, അല്ലേ? കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആൻഡ് പരാബോളിക് ആണ്. യെസ്, നമ്മൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡ്രോ ദിസ് എ പരാബോളിക് ക്യാമ്പർ. ആൻഡ് ഈ കാണിച്ചിരിക്കുന്ന റോഡ് വിത്ത് എ വിഡ്ത്ത് ഓഫ്, അല്ലേ? നമ്മൾ ക്രോസ് സെക്ഷനാണ് വരയ്ക്കുന്നത്, എല്ലാവർക്കും അറിയാം. ആൻഡ് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? യെസ്, ഈഫ് റെയിൻഫോൾ, അതാണല്ലോ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ആ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, വാട്ടർ നമ്മുടെ റോഡിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് റോഡിലേക്ക് പെനിട്രേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ പെനിട്രേറ്റ് ഇൻ ടു ദ സബ്ഗ്രേഡ്. സബ്ഗ്രേഡിൽ വാട്ടർ എത്തിക്കഴിഞ്ഞാൽ മൊത്തം എന്തായി, നമ്മുടെ സ്ട്രക്ചർ ഡാമേജ് ആവും, അല്ലേ? സോ വാട്ടർ എന്താവണം, 2 സൈഡിലേക്ക് ഒഴുകി പോകണം ആൻഡ് ഡ്രെയിനിലേക്ക് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. സോ ഡെഫിനേഷൻ എഴുതുക, പറ്റുമെങ്കിൽ ഒരു ഫിഗർ വരിക. ദിസ് ഇസ് 1 മാർക്കാണ്, ഇതിന് 1 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ റോഡ്സ് ആണ്. എന്താണ് ചോദിക്കുന്നത്, അതിന് മാത്രം ആൻസർ ചെയ്യുക. നമ്മൾ കണ്ടമാനം എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, യെസ്. ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ്, ദർ ആർ 2 മെത്തേഡ്സ്. സോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത്. ഓക്കെ, സോ ഇത് എഴുതുക, ഡെഫിനേഷൻ എഴുതുക, അതിൻ്റെ ഫിഗർ വരിക. രണ്ടാമത് ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ്. യെസ്, ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് 2 മെത്തേഡ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, യെസ്, പിവറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് ദ പേയ്മെൻറ്റ്. റൊട്ടേറ്റിംഗ് പേയ്മെൻറ്റ് അബൌട്ട് എഡ്ജ് ആണ്. റൊട്ടേറ്റിംഗ് പേയ്മെൻറ്റ് അബൌട്ട് എഡ്ജ്. ഓക്കെ, റൊട്ടേറ്റിംഗ് പേയ്മെൻറ്റ് അബൌട്ട് എഡ്ജ് ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? നിങ്ങൾ ഏതെങ്കിലും ഇന്നർ സൈഡോ ഔട്ടർ സൈഡോ, എന്താണോ? യെസ്, റൊട്ടേറ്റിംഗ് പേയ്മെൻറ്റ് അബൌട്ട്, യെസ്, ക്യാമ്പർ ഈസ് പ്രൊവൈഡഡ്. എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്? ക്യാമ്പർ ഈസ് പ്രൊവൈഡഡ് on the straight by raising the center of the carriageway, isn't it? By raising the center of the carriageway. How it is provided? Yes, how it is provided? By raising the center of camber ആണ്. സോറി, സെൻറ്റർ ഓഫ് റോഡ് ആണല്ലേ? സെൻറ്റർ ഓഫ് റോഡ് ആണ്, അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ബൈ റേസിംഗ് ദ സെൻറ്റർ ഓഫ് റോഡ് ആണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, സെൻറ്റർ ഓഫ് ദ റോഡ് ഈ ഒരു പോയിന്റിനെ എന്തുകൂടി മാർക്ക് ചെയ്യുക? ക്രൗൺ പോയിന്റ് എന്ന് കൂടി മാർക്ക് ചെയ്യുക. ആൻഡ് ഇവിടേക്കുള്ള മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടേക്കുള്ള മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇക്വേഷൻ? യെസ്, y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഇറ്റ് ഇസ് എ പരാബോളിക് ക്യാമ്പർ. ഈ വരച്ചിരിക്കുന്നത് ഏതാണ്? ഇറ്റ് ഈസ് എ പരാബോളിക് ക്യാമ്പർ ആണ്, അല്ലേ? ഇറ്റ് ഈസ് എ പരാബോളിക് ക്യാമ്പർ ആണ്. സോ ദർ ഈസ് ഓൺലി വൺ മെത്തേഡ് ഫോർ പ്രൊവൈഡിങ് ക്യാമ്പർ, ദാറ്റ് ഈസ് ബൈ റേസിംഗ് ദ സെൻറ്റർ ആൻഡ് സൈഡിലേക്ക് എന്തായിരിക്കണം? സ്ലോപ്പ് ആയിരിക്കണം. സ്ലോപ്പ് ആയിരിക്കണം. ദിസ് ഈസ് അബൌട്ട് പരാബോളിക് ക്യാമ്പർ. മറ്റൊരു ടൈപ്പ് ക്യാമ്പറും കൂടി ഉണ്ട്. ഓക്കെ, ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ്? ഇഫ് ഇറ്റ് ഈസ് എ സിമൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ്, നമ്മൾ എത്തരത്തിലുള്ള ക്യാമ്പറാണ് പ്രൊവൈഡ് ചെയ്യുക? ട്രയാങ്കുലർ ഷേപ്പ്, അല്ലേ? സ്ട്രേറ്റ് ക്യാമ്പറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇസ് ടേംഡ് ആസ് സ്ട്രേറ്റ് ക്യാമ്പർ, അല്ലേ? പക്ഷേ ഇത് നമ്മൾ പ്രിഫർ ചെയ്യില്ല. കാരണം എന്താണ്? ഇതിൻ്റെ സെൻറ്ററിൽ, അല്ലെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ ക്രൗൺ പോയിന്റ്,
ഇഫ് യു ലുക്ക് അറ്റ് ദ മാക്സ് എന്താണ് അപ്പർ പോയിന്റ് ക്രൗൺ പോയിന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ട് അല്ലേ. യെസ്, വണ്ടി ആ ഒരു സെൻറ്റർ പാസ് ചെയ്യുമ്പോൾ, വണ്ടി ആ സെൻറ്ററിൽ നിന്ന് മാറി മാറി പോകുമ്പോൾ അവിടെ എന്താണ് റൈഡിങ് ഡിസ്കംഫർട്ടബിൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ. സോ ഇറ്റ് ഈസ് ഹൗ ദിസ് ഹൗ വി പ്രൊവൈഡഡ്, ദാറ്റ് ഈസ് റൈസിങ് ദ സെൻറ്റർ ഓഫ് ദ റോഡാണ്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ദെൻ വാട്ട് ഈസ് എ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. സോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ IRC ടേബിൾ തീർച്ചയായിട്ടും എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഏതാ ടേബിൾ എഴുതുന്നുണ്ട്, യെസ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് എഴുതണം അല്ലേ. ടൈപ്സ് ഓഫ് പേയ്മെൻറ്റിൽ നമ്മളും കൂടി എന്തും കൂടി എഴുതണം, യെസ് റെയിൻഫാൾ ഇൻറ്റൻസിറ്റി അല്ലേ. റെയിൻഫാൾ എത്രയാണെന്നൊക്കെ എഴുതണം. റെയിൻഫാൾ എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള റെയിൻഫാൾ ആവാം. ഫസ്റ്റ് വൺ ക്യാൻ ബി എ ഹെവി റെയിൻഫാൾ, ഒരു ഹെവി റെയിൻഫാൾ ആവാം, അല്ലെങ്കിൽ എന്താവാം ലൈറ്റ് റെയിൻഫാൾ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എ ലൈറ്റ് റെയിൻ ആണ്. വളരെ സിമ്പിളാണ് ടേബിൾ അല്ലേ. എന്തായിരുന്നു ടേബിൾ, ഫസ്റ്റ് വൺ ഈസ് CC പേയ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് സിമൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ്, ഓർ എന്താണ് ഹൈ ബിറ്റുമിനസ് ടൈപ്പ് ബിറ്റുമിനസ് പേയ്മെൻറ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഈ വാല്യൂസ് ഓർത്തിരിക്കണം. ഈ വാല്യൂസ് നമുക്ക് പല ഘട്ടത്തിലും ആവശ്യമുള്ളതാണ്. സെക്കൻഡ് വൺ ഏതാണോ, സെക്കൻഡ് പേയ്മെൻറ്റ് ഏതാണ്, സെക്കൻഡ് പേയ്മെൻറ്റ് ഈസ് യെസ് തിൻ ടൈപ്പ് ബിറ്റുമിനസ് പേയ്മെൻറ്റ് BP എന്ന് എഴുതുകയാണ് ഞാൻ. ഓക്കെ, യെസ്. ആൻഡ് തേർഡ് വൺ ഏതാണ്, നമ്മുടെ ദ വെരി ഫേമസ് WBM ഓർ ഏതാണ് ഗ്രാവൽ റോഡ്, WBM ഓർ ഗ്രാവൽ റോഡാണ്. യെസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഏതാണ് എർത്തൻ റോഡ് അല്ലേ. ഇതാണ് നമ്മുടെ IRC ടേബിൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ എർത്തൻ റോഡ്, അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ റോഡ്. എന്താണ് WBM എന്ന് പറഞ്ഞാൽ, എന്താണ് WBM എന്ന് പറഞ്ഞാൽ പറഞ്ഞേ. നമ്മുടെ നാട്ടിലെ ഏത് റോഡിനാണ് WBM എന്ന് പറയുന്നത്. WBM കൺസ്ട്രക്ഷൻ ഇപ്പോൾ വളരെ കുറവാണ് അല്ലേ. നമ്മൾ പണ്ടൊക്കെ WBM ആയിരുന്നു, ഇപ്പോഴും WBM ഉണ്ട്, പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കവറിങ് കൊടുക്കും. WBM എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ലും മണ്ണും ഉള്ള റോഡാണ്. എർത്തൻ റോഡ് എന്ന് വെച്ചാൽ മണ്ണിട്ട റോഡ് മാത്രമാണ്, വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് മണ്ണിട്ട റോഡ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് 40 mm സൈസ് കല്ലുകളും കൂടി ആഡ് ചെയ്തുകൊണ്ട് എന്നിട്ടാണ് നമ്മൾ, അതായത് കല്ലും ഉണ്ട് മണ്ണും ഉണ്ട്. ഓക്കെ, 40 mm സൈസ് കല്ലും കൂടി. മെറ്റലിൻ്റെ സൈസ് എത്രയാണോ, കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റലിൻ്റെ സൈസ് എത്രയാണ്, 20 mm ആണ്. അതായത് അതിനേക്കാളും ഡബിൾ സൈസുള്ള കല്ലുകൾ യൂസ് ചെയ്തുകൊണ്ട് റോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ബിറ്റുമിൻ്റെ ഫിനിഷിംഗ് ഒന്നുമില്ല. ഫിനിഷിംഗ് എങ്ങനെ തന്നെയാണ്, മണ്ണുകൊണ്ട് തന്നെയാണ് ഫിനിഷിംഗ്. ക്ലിയർ അല്ലേ, നമുക്ക് കല്ലും കാണാതില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ബിറ്റുമിനസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിജിഡ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള റോഡിനെയാണ് നമ്മൾ WBM വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറയുന്നത്. എന്താണ് മെക്കാഡം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മെക്കാഡം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. മെക്കാഡം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ അല്ലേ. യെസ്, ഇനി നോക്കിയ വാല്യൂസ് എന്തൊക്കെയാണ്, വെരി സിമ്പിളാണ്. ഇറ്റ് ഈസ് 2%, യെസ് ഇറ്റ് ഈസ് 2.5%, ദെൻ ദിസ് ഈസ് 3% ആൻഡ് ദിസ് ഈസ് 4%. പിന്നെ അടുത്ത വാല്യൂസ് ആണ്, ഈ 2 താഴോട്ട് ഇറക്കി എഴുതുക. ഓക്കെ, ദിസ് ഈസ് 2% ഇവിടേക്ക് ഇറക്കി എഴുതുക. ദിസ് വാല്യൂ ഈസ് 2.5% ആൻഡ് ദിസ് വാല്യൂ ഈസ് 3%. ആൻഡ് ഇവിടുത്തെ വാല്യൂ ഓർത്തിരിക്കണം, ദാറ്റ് ഈസ് 1.7% ആണ്. ക്ലിയർ അല്ലേ. അപ്പോഴാണ് ടേബിൾ ഫില്ല് ചെയ്യുന്നത്. സോ ഈ ടേബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് വാട്ട് ഈസ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാമ്പർ. ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് ദ പേയ്മെൻറ്റ് ആണ്, ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ റെയിൻഫോൾ. ടൈപ്പ് ഓഫ് ദ പേയ്മെൻറ്റ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ റെയിൻഫോൾ. ക്ലിയർ അല്ലേ. യെസ്, ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫിഗറിൽ എന്തുകൂടി കാണിക്കാം. യെസ്, N എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് N. ക്ലിയർ, നോ, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് 1/n. സോ നമ്മൾ സ്ലോപ്പ് കാണിച്ചിരിക്കുന്നത് എന്താണ്, 1/n സ്ലോപ്പ് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ. യെസ്, അതായത് എന്താ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നോക്കിയേ, ഇത് സിമൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻ്റ് ആണ്. ഹെവി റെയിൻഫോൾ ആണെങ്കിൽ ക്യാമ്പർ വാല്യൂ എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ക്യാമ്പർ വാല്യൂ നമ്മൾ 2% എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്താണ് 2% എന്ന് പറഞ്ഞാൽ, ഫിഗറിൽ അറിയാം, നമ്മൾ ഈ പറയുന്ന പാരാബോളിക്കിൻ്റെ സ്ലോപ്പ് 1/n എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 1/n ഈസ് ഈക്വൽ ടു 2% എന്നാണ്. 2% എന്ന് പറഞ്ഞാൽ എന്താണ്, 2/100 എന്നാണ്, അതായത് 1/50 എന്നാണ്. ഫ്രം ദീസ് വി ക്യാൻ സേ n ഈസ് ഈക്വൽ എത്രയാണ്, 50 എന്നാണ്. ക്ലിയർ അല്ലേ. n ഈസ് ഈക്വൽ ടു 50 എന്നാണ്. അഡീഷണൽ പോയിന്റ് കൂടി പറയാണ്, ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ എന്തൊക്കെ എഴുതണം, ക്യാമ്പറിൻ്റെ ഡെഫിനേഷൻ എഴുതണം, ഫിഗർ വരയ്ക്കുക. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ റൈസിംഗ് ദ സെൻറ്റർ ഓഫ് ദ ഗ്രൗണ്ട്. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേബിൾ ഓർക്കുക. ടൈപ്പ് ഓഫ് ദ പേയ്മെൻറ്റ് ആൻഡ് റെയിൻഫോൾ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്, എത്തരത്തിലുള്ള ക്യാമ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയേ, സിമൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈ ടൈപ്പ് ബിറ്റുമിനസ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പേയ്മെൻ്റ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള പേയ്മെൻ്റ് ആണ്. നല്ല ക്വാളിറ്റിയാണ് പേയ്മെൻ്റ് എങ്കിൽ അതിലേക്ക് എന്ത്, ആ ഒരു സ്ലോപ്പ് നമ്മൾ കുറച്ച് കൊടുത്താൽ പോരെ. അതാണ് നോക്കിയാൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ സ്ലോപ്പ് എവിടെയായിരിക്കും, ഹെവി റെയിൻഫോൾ ആണെങ്കിൽ പോലും അവിടെ 2% ആണ്. പിന്നെയാണ് അല്ലേ, റോഡിൻ്റെ ക്വാളിറ്റി മോശമായി വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ക്യാമ്പർ കൂടുതലായിരിക്കണം അല്ലേ. യെസ്, റോഡിൻ്റെ ക്വാളിറ്റി മോശമായി വരികയാണ്, അതുകൊണ്ട് ക്യാമ്പറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും.
ആൻഡ് നോക്കിയേ ഹെവി റെയിൻഫോൾ അല്ലേ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ആസ് കമ്പയർഡ് ടു ദ ലൈറ്റ് റെയിൻഫോൾ. സോ ഇവിടെ 1.7 ആണ്, ഇവിടെ കൂടുതൽ കൊടുക്കണം, 2 കൊടുക്കണം. സോ 2 ആണ് ഇവിടെ 2.5, 2.5 ആണ് 3, 3 ആണ് 4 ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് പാർട്ട് എ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് ബി. ഇതേ മൊഡ്യൂളിലെ മൊഡ്യൂൾ നമ്പർ 1 പാർട്ട് ബി. നമുക്കറിയാം പാർട്ട് ബിയിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് എയും ബിയും ഉണ്ട്, വിസ് ഹാവിങ് 7 മാർക്ക് ഈച്ച്. അതേപോലെ തന്നെ എന്തും കൂടി ഉണ്ടാവും, യെസ് ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് 12 മാർക്ക് അല്ലേ, സോറി 12ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ദാറ്റ് ഈസ് ഓൾസോ ഓഫ് 14 മാർക്സ് ആണ്. സോ നോക്കിയേ 11ൽ എ വായിച്ചേ ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് സൂപ്പർ എലിവേഷൻ. സോ അത് നമ്മൾ ഡെറിവേഷൻ കാണിക്കണം, സ്റ്റെപ്സ് കാണിക്കണം, ഫിഗർ വരയ്ക്കണം. Determine the super elevation required for horizontal curves of radius 300 mm with a design speed of 80 km/h under mixed traffic condition. Okay, under mixed traffic condition ആണ് in urban area. Under mixed traffic condition in urban area. So ഇതാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേഷൻ നിങ്ങൾ കാണിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്, ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഡെറിവേഷൻ തീർച്ചയായും കാണിച്ചേ പറ്റൂ. ഓക്കെ, യെസ്. സോ നമുക്ക് ആദ്യം ഡിറൈവ് ചെയ്യാം. ഡെറിവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൂപ്പർ എലിവേഷൻ ഡെറിവേഷൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, യെസ് യു ഹാവ് ടു പ്ലോട്ട് ദ ഫിഗർ ആണ്. നോക്കിയേ വാട്ട് വി ആർ കൺസിഡറിങ് ഈസ്, നമുക്കറിയാം സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈസിംഗ് ദ ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ദ ഇന്നർ എഡ്ജ് ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് ദ ഇന്നർ എഡ്ജ് ഓഫ് ദ റോഡാണ് ആൻഡ് ദിസ് ഈസ് ദ ഔട്ടർ എഡ്ജ്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ല ഇതായിരുന്നു ഹൊറിസോണ്ടൽ ലെവൽ, നമ്മൾ എത്ര റൈസ് ചെയ്തു, വി ഹാവ് റൈസ് ബൈ എ ലെവൽ ഓഫ് ഇ ആണ്. സോ ഔട്ടർ എഡ്ജിനെ നമ്മൾ സൂപ്പർ എലിവേഷൻ എന്താണ് സിമ്പിൾ, ഇ എന്നാണ്. ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ഈസ് തീറ്റ, ആൻഡ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്, യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ദ റോഡാണ്. ഓക്കെ, വി ഹാവ് കൺസിഡേർഡ് എത്രയാണിത്, ദിസ് ഈസ് നത്തിങ് ബട്ട് യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ദ റോഡാണ്. ഓക്കെ അല്ലേ? യെസ്. സോ ഇത്രയും വിഡ്ത്ത്, ഈ കാണിച്ചിരിക്കുന്ന വിഡ്ത്ത് എത്രയാണ്, 1 മീറ്റർ ആണ്. ഈ കാണിച്ചിരിക്കുന്ന 1 മീറ്റർ വിഡ്ത്താണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ വിത്ത് ആസ് കമ്പയർഡ് ടു ദ ഇന്നർ സൈഡ്, ഔട്ടർ സൈഡ് എന്തായിരിക്കും, മുകളിലായിരിക്കും, പൊങ്ങിയിരിക്കും. അതാണല്ലോ എന്ത് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര എമൗണ്ട് പൊങ്ങിയിരിക്കുന്നു, ഇ എന്ന് പറയുന്ന എമൗണ്ട്, ദാറ്റ് ഈസ് സൂപ്പർ എലിവേഷൻ. ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ഈസ് തീറ്റ, അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും, യെസ് ടാൻ തീറ്റ എന്തായിരിക്കും പറയൂ, ഇ ഡിവൈഡ് ബൈ 1 ആണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ യെസ് അഡ്ജസൻറ്റ് സൈഡ്, ആൻഡ് ഇത് എത്രയാണ്, ഇത് 1 മീറ്റർ ആണ്. നമ്മൾ യെസ് പ്രൊജക്ട് ചെയ്തുമ്പോൾ നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് 1 മീറ്റർ. സോ ഇവിടെ നമുക്ക് ഒബ്വിയസ് ആയിട്ട് പറയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, നമ്മൾ എത്ര എടുത്തു, നമ്മൾ ഇ എന്ന് എടുത്തു, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്, അത് എഴുതി വെക്കുക. ഇനി നോക്കിയേ, യെസ് ലെറ്റ്സ് ഡ്രോ ദ ഫിഗർ, ആൻഡ് ഈ ഫിഗർ വരച്ചതിന് ശേഷം ഇവിടെ എല്ലാ ഫോഴ്സുകളും നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ കാർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാർ എങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഈ കാറിൻ്റെ മുകളിൽ ഏതൊക്കെ വെയിറ്റ് ആക്ട് ചെയ്യണോ, 3 വെയിറ്റുകൾ ആക്ട് ചെയ്യും. നോക്കിയേ 3 ഫോഴ്സുകൾ ഏതൊക്കെയാണ്, തീർച്ചയായിട്ടും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ആദ്യം വെയിറ്റ് വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, ഇതാണ് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി, അതിന് ഔട്ട്വേർഡ് ഡയറക്ഷൻ എന്തുണ്ടാവും, ഇറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പി. ക്ലിയർ അല്ലേ? ഔട്ട്വേർഡ് ഡയറക്ഷനിലല്ലേ എന്തുണ്ടാവുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവുക തീർച്ചയായിട്ടും. ആൻഡ് ഇങ്ങനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് വണ്ടിക്ക് പുറത്തെ ഡയറക്ഷനിലേക്ക് സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി വി ഹാവ് ടു പ്രൊവൈഡ് യെസ് ഓർ ദർ വിൽ ബി എ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ജനറേറ്റ്. ക്ലിയർ? ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും, എത്രയാണ്, യെസ് എഫ്. ദിസ് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണോ, വാട്ട് യു മീൻ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്, യെസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ ഫോഴ്സ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ ഫോഴ്സ്. സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ നമ്മൾ തൽക്കാലം എങ്ങനെ എടുക്കാം, നമുക്ക് ഇവിടെ മ്യൂ എന്ന് മാറ്റി നമുക്ക് എന്താക്കാം, യെസ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എടുക്കാം. ക്ലിയർ? അതെന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതാണ് 3 ഫോഴ്സ് ആണ്. ഒന്ന് W ആക്ട് ചെയ്യുന്നുണ്ട് ഡൗൺവേർഡ്സ്, then there is a P acting, and since P is acting in the outward direction, so friction will be generating in the downward direction. So ഈ എഴുതിയിരിക്കുന്നത് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യണം. ലെറ്റ്സ് റിസോൾവ് ദീസ് ഫോഴ്സസ്. ഓക്കെ, സോ ഈ പറയുന്ന W എന്ന് പറയുന്ന ഫോഴ്സിന് 2 കമ്പോണന്റ് ഉണ്ടാവും, എ കമ്പോണന്റ് ലൈക്ക് ദിസ് ആൻഡ് എ കമ്പോണന്റ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ഒബ്വിയസ്ലി തീറ്റയാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് W കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇത് എന്തായിരിക്കും, W സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, സിമിലർലി എന്തിനെ നമുക്ക് റിസോൾവ് ചെയ്യാം, P ഈസ് ഓൾസോ യെസ് ഇറ്റ് ഈസ് ഫോമിങ് എൻ ആംഗിൾ ഓഫ് യെസ് അതിൻ്റെ ഒരു കമ്പോണ്ട് ഇതായിരിക്കും, ദിസ് വിൽ ബി യെസ് ഹാവിങ് എൻ ആംഗിൾ തീറ്റ ഹിയർ. യെസ് ദിസ് ഈസ് P കോസ് തീറ്റ, ആൻഡ് അടുത്ത കമ്പോണ്ട് എങ്ങനെയാണ് വരിക, അടുത്ത കമ്പോണ്ട് ഇതേ ഡയറക്ഷനിലാണ് വരിക, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി P സൈൻ തീറ്റ. ആണ്. ക്ലിയർ അല്ലേ?
സോ നമ്മൾ ഡബ്ല്യുവിനെ റിസോൾവ് ചെയ്തു ആൻഡ് പിനെ റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കിയേ, ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് ഇസ് ആക്ടിങ്, അതായത് ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഏതാണ്, ഡബ്ല്യു സൈൻ തീറ്റ വിച്ച് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്, ഡബ്ല്യു കോസ് തീറ്റ വിച്ച് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, പി സൈൻ തീറ്റ ഈസ് ഓൾസോ ആക്ടിങ് ഡൗൺവേർഡ്സ്. അതായത് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് എഴുതാം, മ്യൂ ഇൻറ്റു ടോട്ടൽ നോർമൽ ഫോഴ്സ് ഏതൊക്കെയാണ്, ഡബ്ല്യു കോസ് തീറ്റ പ്ലസ് പി സൈൻ തീറ്റ, നോക്കിയേ ഈ ഫോഴ്സ് ഡയഗ്രാം വരച്ചിരിക്കണം, നിർബന്ധമാണ്. ഈ ഫോഴ്സ് ഡയഗ്രത്തിന് 3 മാർക്ക് അവൈലബിൾ ആണ്, 14 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, യെസ് 7 മാർക്ക് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റനും ഉണ്ട് എ ആൻഡ് ബി പാർട്ടിന്. ഈ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ 3 ആണ്, 2 മാർക്ക് നിങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും കിട്ടും. ക്ലിയർ അല്ലേ? ഈ ഫിഗർ വരയ്ക്കണം, ഫോഴ്സസ് റിസോൾവ് ചെയ്യണം. ഇങ്ങനെ ആലോചിക്കാം, യെസ് സൂപ്പർ എലിവേറ്റഡ് സെഷനിൽ ഒരു വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ വണ്ടി മൂവ് ചെയ്താൽ 3 ഫോഴ്സസ് ഉണ്ടാവും. ഏതൊക്കെയാണ്, ഒന്ന് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ, രണ്ടാമത്തത് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ, ആൻഡ് സിൻസ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു യെസ് മ്യൂ ഇൻറ്റു നോർമൽ ഫോഴ്സ് ആണ്. ഇത് നമുക്കറിയാം. ക്ലിയർ അല്ലേ? യെസ്, ഇനി ഡിറൈവ് ചെയ്യാം നമുക്ക്. ക്ലിയർ അല്ലേ? ഇനി ഡിറൈവ് ചെയ്യാം. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഫിഗർ, യെസ് ലെറ്റ്സ് ഡിറൈവ് ദിസ് ഫോർമുല. എന്താണ് നമ്മൾ എഴുതേണ്ടത് നോക്കിയേ, ഇഫ് യു ടേക്ക് സമ്മേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ഈക്വൽ ടു 0 നോക്കി കഴിഞ്ഞാൽ പി കോസ് തീറ്റ ആണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്, താഴോട്ട് എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, പി കോസ് തീറ്റ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു, താഴോട്ട് ആക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്, യെസ് ദർ ഇസ് എ ഡബ്ല്യു സൈൻ തീറ്റ ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ എന്തൊക്കെ എഴുതാം നമുക്ക്, ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് യെസ് പി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അല്ലേ, ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ ഇതൊക്കെയാണ് ഡൗൺവേർഡ്. ദിസ് ഈസ് എ ബാലൻസ്ഡ് ഫോഴ്സ്. ക്ലിയർ? യെസ്, ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. സോ പി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു യെസ് ദിസ് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് എന്തൊക്കെയാണ്, മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് തീറ്റ പ്ലസ് പി സൈൻ തീറ്റ അല്ലേ. സോ ദിസ് വിൽ ബി മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് തീറ്റ പ്ലസ് പി സൈൻ തീറ്റ. 1-2 തവണ എഴുതി നോക്കിയാൽ ഈ ഡെറിവേഷൻ എളുപ്പമാണ്. ഓക്കെ, യെസ് ഇവിടെ പി ഉണ്ട് ആൻഡ് വി ആർ ഓൾസോ ഹാവിംഗ് പി ഹിയർ, ബട്ട് മ്യൂ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ പി നമ്മൾ കോമൺ ആക്കി എടുത്താൽ ഇവിടെ ഒരു പി ഉണ്ട്, ഹിയർ വിട്ട് ഈസ് ഹാവിംഗ് കോസ് തീറ്റ മൈനസ് അല്ല, ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവില്ലേ. സോ മ്യൂ ഇൻറ്റു സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഡബ്ല്യു ഉണ്ട് ഇവിടെയും ഡബ്ല്യു ഉണ്ട്, അതിനെ കോമൺ ആക്കി എടുത്താൽ സോ ഡബ്ല്യു ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ അകത്തോട്ട് മൾട്ടിപ്ലൈ ഇല്ലേ, സോ മ്യൂ കോസ് തീറ്റ. ഓക്കെ, യെസ് ദിസ് ഇസ് വെരി സിമ്പിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പി ബൈ ഡബ്ല്യു റേഷ്യോ എഴുതാം. നമുക്കറിയാം പി ബൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പാക്ട് ഫാക്ടർ ആണ്, നമുക്കറിയാം. ഓക്കെ, യെസ്, സോ ദിസ് വിൽ ബി ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഡിവൈഡ് ബൈ ബാക്കി എന്താ വരിക, കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. ക്ലിയർ? ആൻഡ് നമുക്കറിയാം പി ബൈ ഡബ്ല്യു ഈസ് ടേംഡ് ആസ് ഇമ്പാക്ട് ഫാക്ടർ. നമ്മൾ ഇതിനെ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, നിങ്ങൾക്കറിയാം നേരത്തെ ഇൻ ദ സെൻസ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറയാറുണ്ട് പി ബൈ ഡബ്ല്യു ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. യെസ്, വി സ്ക്വയർ ബൈ ജി ആർ വെർ വി ഈസ് ദ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് വിത്ത് വിച്ച് ദ വെഹിക്കിൾ ഈസ് മൂവിങ്. ക്ലിയർ? ആർ ഈസ് എ റേഡിയസ് ഓഫ് ദ കർവ്. സോ പി ബൈ ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് എഴുതാം, വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. സ്മോൾ വി സ്ക്വയർ ബൈ ആർ എന്നാണ് എഴുതിയിരിക്കുന്നത്, വി സ്ക്വയർ ബൈ ജി ആർ. ക്ലിയർ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക അറിയോ, യെസ് ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇൻറ്റു കോസ് തീറ്റ ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ബൈ കോസ് തീറ്റ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇക്വേഷൻ നമ്പർ 1 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. സോ ആക്ച്വലി ഇത് ക്യാൻസൽ ആയി പോകും. എന്നാൽ സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അതിൻ്റെ എഫക്ട് കാണിക്കണ്ട, ബിക്കോസ് ദേ ഗെറ്റ് ക്യാൻസൽ. ഇവിടേക്ക് നോക്കുകയാണെങ്കിലോ സോ ദിസ് ബിക്കം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അതെന്തായി മാറും, ടാൻ തീറ്റ ആയി മാറും. പ്ലസ് മ്യൂ കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്തായി മാറും, ദിസ് ബിക്കം മ്യൂ. ക്ലിയർ? ദെൻ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആയി മാറും, മൈനസ് മ്യൂ ഇൻറ്റു യെസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആയി മാറും. ക്ലിയർ? ആൻഡ് നോക്കിയേ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ടാൻ തീറ്റ ഈക്വൽ എന്താണ്, യെസ് ടാൻ തീറ്റ ഈക്വൽ എന്താണ്, ഇ എന്നാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദിസ് വിൽ ബിക്കം ആസ് വി സ്ക്വയർ ബൈ ജി ആർ വിൽ ബി ഈക്വൽ ടു ഇ പ്ലസ് മ്യൂ അല്ലെ, മ്യൂ എന്നല്ലല്ലോ നമ്മൾ എഴുതുന്നുണ്ട്. യെസ്, വി ഷുഡ് ഹാവ് റിട്ടൺ മ്യൂ ആസ് അല്ലേ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, നമുക്ക് അതിനെ തൽക്കാലം എന്ത് ചെയ്താം, യെസ് നമുക്കറിയാം കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് കൊടുക്കേണ്ടത്, ബട്ട് ട്രാൻസ്പോർട്ടേഷൻ ആണ്, നമ്മൾ അതിനെ എന്ത് കൊടുക്കും, നമ്മളതിനെ യെസ് ലോഞ്ചിറ്റ്യൂഡിനൽ കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കൊടുക്കാം. സോ ഇ പ്ലസ് എന്താക്കാം, നമുക്കതിനെ എഫ് എന്നാക്കാം. ക്ലിയർ അല്ലേ? സോ മ്യൂക്ക് വരെ എഫ് എന്ന് കൊടുത്തു.
മ്യൂക്ക് പവർ എഫ് എന്ന് കൊടുത്തു. ഓക്കെ, സോ 1 മൈനസ് എഫ് ഇ എന്ന് എഴുതാം. ഈ സാർ ഓക്കെ. സോ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ്, വി സ്ക്വയർ ബൈ ജി ആർ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് എഫ് ഡിവൈഡ് ബൈ 1 മൈനസ് ഇ എഫ്. നമുക്കറിയാം വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇ എത്രയാണ്, ഇ മാക്സ് എത്രയാണോ 0.07 ആണ്, 0.07 ആണ്. ആൻഡ് എഫിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ എത്രയാണത് 0.15 അല്ലേ, 0.15 അല്ലേ. യെസ് അല്ലേ, നമുക്ക് രണ്ട് ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ ആണ്, രണ്ടാമത് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ വിച്ച് ഇസ് കൺസിഡർഡ് ഓൺ ദ കർവ് ഓൺലി, അതിൻ്റെ വാല്യൂ എത്രയാണ് 0.15 ആണ്. ലോഞ്ചിറ്റ്യൂണൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിലോ കർവ് ഒഴികെയുള്ള ബാക്കി എല്ലാ പോർഷനിലും നമുക്കറിയാം റോഡ് സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. കർവിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ ലാറ്ററൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്താണ് ലോഞ്ചിറ്റ്യൂണൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയാണ് 0.35 to 0.45 ആണ്. ബട്ട് ലാറ്ററൽ കോഎഫിഷ്യന്റ് ആണെങ്കിലോ 0.15 ആണ്. ക്ലിയർ അല്ലേ? സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ദെൻ 1 മൈനസ് ഇ എഫ് എന്തായി മാറും, അതായത് ഈ ഡിനോമിനേറ്റർ എന്തായി മാറും. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ 1 മൈനസ് എഫ് ഇൻറ്റു ഇ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1 മൈനസ് എഫ് എത്രയാണ് 0.15 ആണ്. ആൻഡ് ഇ എത്രയാണ് 0.07 ആണ്, 0.07 ആണ്. ഇഫ് യു ഡു ദിസ് you will approximately get this value as 0.9996 എന്ന് തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് നമുക്ക് ഈ വാല്യൂ എന്ത് തന്നെയാക്കാം 1 എന്ന് തന്നെയാക്കാം. അതായത് ഈ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 1 മൈനസ് എഫ് ഇൻറ്റു ഇ എത്ര തന്നെയാണ് വരുന്നത് 1 എന്ന് തന്നെയാണ് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ എ ബൈ കൺസിഡറിങ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇ ആൻഡ് എഫ് അല്ലേ. എ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ പ്ലസ് എഫ് എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 1 ആണ്, കാരണം യെസ് വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ മാക്സിമം വാല്യൂസ്. ക്ലിയർ? സോ ദിസ് ബിക്കം ആസ് ഇ പ്ലസ് എഫ്. സോ ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ ജി ആർ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് എഫ് എന്നാണ്. അതായത് നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇ പ്ലസ് എഫിനെ മാറ്റി വി എന്തായിരുന്നല്ലോ ഈ ഇക്വേഷനിൽ വി ഈസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്, ആണ്. ആൻഡ് ജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, യെസ് ഇറ്റ് ഈസ് ആക്സലേഷൻ ഗ്രാവിറ്റി ദാറ്റ് ഈസ് 9.81 അല്ലേ, 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്കറിയാം യെസ് മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് യു മൾട്ടിപ്ലൈ 18/5 isn't it? You multiply it by 18/5 then അതെന്തായി മാറും, യെസ് ഇറ്റ് വിൽ ബിക്കം കിലോമീറ്റർ പെർ അവർ ആയി മാറും. യെസ് ഇറ്റ് വിൽ ബിക്കം കിലോമീറ്റർ പെർ അവർ ആയി മാറും. നമുക്കതിനെ ക്യാപിറ്റൽ വി എന്ന് പറയാം. ഓക്കെ, സോ ഇഫ് യു കൺവേർട്ട് ദിസ് മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കിലോമീറ്റർ പെർ അവർ, ജി എന്ന് പറയുന്ന വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യുവർ ഇക്വേഷൻ വിൽ ബിക്കം വി സ്ക്വയർ ബൈ 127R. നമ്മുടെ വളരെ ഫേമസ് ഇക്വേഷനായ എന്തിലേക്ക് മാറും ഇത്, ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഇക്വേഷനിലേക്ക് മാറും. ഈ ഡെറിവേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളെ ഫോർമുല ബോക്സ് ചെയ്യുക. ക്ലിയർ ആണോ? സോ നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണം, ബോക്സ് ചെയ്യണം. ക്ലിയർ അല്ലേ? നോക്കിയേ, ഇവിടെ ഇതാണ് നമ്മുടെ ഏറ്റവും ജനറൽ ആയിട്ട് ഇക്വേഷൻ ദാറ്റ് ഈസ് ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ 127R. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എപ്പോഴാണ് പറയുക, വെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇക്വിലിബ്രിയം. എപ്പോഴാണ് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്ന് പറയുക, ഈ പറഞ്ഞ ഇക്വിലിബ്രിയം. ദിസ് ഇസ് എ കോമൺ ഇക്വേഷൻ, ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ ഓഫ് യെസ് സൂപ്പർ എലിവേഷൻ ആണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എപ്പോഴാണ് പറയുക, നിങ്ങൾ നോക്കിയേ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുന്ന കാരണം നമ്മുടെ വണ്ടിക്ക് രണ്ട് പ്രശ്നങ്ങളാണ്. കർവിൽ അല്ലെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. സ്ട്രേറ്റ് റോഡിൽ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ വളവെത്തുമ്പോൾ നമ്മളൊന്ന് സ്പീഡ് കുറയ്ക്കില്ലേ. എന്തിനാണോ സ്പീഡ് കുറയ്ക്കുന്നത്? അഥവാ നിങ്ങൾ സ്പീഡ് കുറച്ചിട്ടില്ലെങ്കിൽ, ഇഫ് യുവർ വെലോസിറ്റി ഈസ് ഹൈ ദെൻ തീർച്ചയായിട്ടും നമുക്ക് പുറത്തേക്ക് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ കർവ് വളയുമ്പോൾ അല്ലെ, വണ്ടി നിങ്ങൾ വളവ് വളയ്ക്കുമ്പോൾ നമുക്ക് വളവിൻ്റെ പുറത്തേക്ക് ഒരു ഔട്ടർ സൈഡിലേക്ക് എന്തുണ്ടാവും, യെസ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നമ്മൾ വളവിൽ നമ്മൾ സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. രണ്ട്, നമ്മുടെ വണ്ടി മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അല്ലേ. അഥവാ ഓവർ സ്പീഡിലാണ്, നമ്മൾ ഭയങ്കരമായ സ്പീഡ് കുറയ്ക്കാതെയാണ് നിങ്ങൾ വളവ് നെഗോഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്കിഡിങ് ഓഫ് ദ വെഹിക്കിൾ ഉണ്ടാവും. ഒന്ന്, രണ്ട്, ഓവർ ടേണിംഗ് ഉണ്ടാവും. ഓക്കെ, സ്കിഡിങ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവർ ടേണിംഗ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ സൂപ്പർ എലിവേഷൻ, ഇഫ് ദ സൂപ്പർ എലിവേഷൻ അലോൺ ഈസ് ഏബിൾ ടു കൗണ്ടറാക്ട് ഓൾ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് ഇഫ്, ഓക്കെ ലെറ്റ് മീ റൈറ്റ് ഇറ്റ്, ദാറ്റ് ഈസ് ഇഫ് സൂപ്പർ എലിവേഷൻ അലോൺ can counteract yes the centrifugal force
ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലേ, യെസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ പി എന്നാണ് നോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ അസ്യൂം ദെൻ ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് 0. അതായത് നമ്മുടെ ഈ പറയുന്ന ജനറൽ ഇക്വേഷൻ, ലെറ്റ് മീ നെയിം ദാറ്റ് ആസ് ഇക്വേഷൻ പി. ഓക്കെ, ലെറ്റ് മീ നെയിം ദാറ്റ് ആസ് ഇക്വേഷൻ യെസ് എക്സ് എന്ന് കൊടുക്കാം അല്ലേ, ഇക്വേഷൻ എക്സ് എന്ന് കൊടുക്കാം. യെസ്, ദെൻ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായി മാറും? എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ യെസ് ഇ പ്ലസ് എഫ് ഈസ് ഈക്വൽ എന്തായിരുന്നു? ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ 127 R ആയിരുന്നു. അതിലിപ്പം നമ്മൾ എഫ് എന്താക്കി? നമ്മൾ 0 ആക്കി. വൈ? എന്തുകൊണ്ടാണ് ഇപ്പം ഫ്രിക്ഷൻ 0 ആക്കിയത്? കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ആക്ച്വലി ഇ ആൻഡ് എഫ് ആയിരുന്നു റെസിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു? വരുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൊത്തം ആരാണ് റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്? യെസ്, നമ്മുടെ സൂപ്പർ എലിവേഷൻ എലോൺ ആണ്. സോ ദർ ഈസ് നോ നീഡ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് കോഷ്യന്റ്. ദാറ്റ്സ് വൈ എഫ് ഈസ് അസ്യൂംഡ് 0. അതായത് ഇപ്പം എഴുതുന്ന ഈ ഇക്വിലിബ്രിയം, ഈ എഴുതുന്ന സൂപ്പർ എലിവേഷൻ ഈസ് കൺസിഡർഡ് ആസ് യെസ് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ. ഇപ്പം എഴുതുന്ന ഈ ഒരു സൂപ്പർ എലിവേഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്, ആൻഡ് വിച്ച് ഇസ് ഗിവൺ ബൈ വി സ്ക്വയർ ബൈ 127 R ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് എന്താണ് ഇപ്പോൾ സംഭവിക്കുക? ഈ ഒരു കേസിൽ യെസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ ഒരു കേസിൽ യെസ് ദ ടയർ പ്രഷർ exerted by both inner and outer wheel, എന്താണ്? ആർ സെയിം, isn't it? ആർ സെയിം എന്നും കൂടി എഴുതണം. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? യെസ് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ. സോ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്താണ്? നോക്കിയേ, ശരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് സ്കിഡിങ് ആൻഡ് ഓവർ ടേണിങ്. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെസ് എക്സ്ട്രാ വൈഡനിങ്ങും സൂപ്പർ എലിവേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവർ രണ്ടാളും കൂടിയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ വാട്ട് വി ആർ അസ്യൂമിങ് നൗ ഈസ് all the centrifugal force is now resisted by yes super elevation alone. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ്റെ ആവശ്യമില്ലല്ലോ, യെസ് എക്സ്ട്രാ വൈഡനിങ് ആവശ്യമില്ലല്ലോ. യെസ്, അങ്ങനെയുള്ളപ്പോൾ ഉണ്ടാകുന്ന സൂപ്പർ എലിവേഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ്റെ മറ്റൊരു രീതിയിലും ചോദിക്കാം, എന്താണ്? ടയർ പ്രഷർ എക്സർട്ടഡ് ബൈ ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ ടയർ വിൽ ബി സെയിം ആയിരിക്കും. ഓക്കെ, യെസ് നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്താണ്. ഇതാണ് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ. പിന്നെയാണ് നമ്മൾ എഴുതി വരുന്നത് then it is coming as design super elevation. എന്താണ് ഡിസൈൻ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ശരിക്കും നിങ്ങൾ നോക്കിയേ, നമ്മുടെ റോഡുകളിൽ വണ്ടികൾ പലതും പല വെലോസിറ്റിയിലാണ് അല്ലേ? പല വണ്ടികളാണുള്ളത്, പലരും പല വെലോസിറ്റിയിലാണ്. എല്ലാവരും ഒരേ വെലോസിറ്റിയിലാണോ? അല്ല. എവറി വെഹിക്കിൾ ഈസ് മൂവിങ് അറ്റ് ഡിഫറെൻറ്റ് വെലോസിറ്റി. അതായത് ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ എന്ന് പറയും അല്ലേ? മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ കണ്ടീഷൻ. മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ? That is vehicles are moving at a different velocity. Okay അല്ലേ? അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റില്ല. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദിസ് ഫോർമുല. ഇതിൽ എന്താണ് ഫോർമുല എഴുതിയിരിക്കുന്നത്? ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി സ്ക്വയർ ഡിവൈഡ് ബൈ 127 ആണ്. ഈ ഇക്വേഷനിൽ വി എന്താണോ? ഇൻ ദിസ് ഇക്വേഷൻ യെസ് വി ഈസ് ഇൻ ദ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അതായത് വളവുകളിലൂടെ ഒരേ ഒരു വെലോസിറ്റിയിലാണ് വണ്ടികൾ മൂവ് ചെയ്യുന്നത് എന്നാണ് ആ ഇക്വേഷൻ പറയുന്നത്. പക്ഷേ അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ, അതായത് പ്രാക്ടിക്കൽ കണ്ടീഷൻ. IRC റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? IRC സേസ് കൺസിഡർ ദ സ്പീഡ് ഈക്വൽ ടു 75% ആണ്. 75% ഓഫ് വി. അതായത് ഇപ്പം നിങ്ങൾ ഡിസൈൻ സ്പീഡിൻ്റെ 75% യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് വി വിൽ ബി കൺസിഡറിങ് വി ആസ് 0.75 വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് എഫ് ഷുഡ് ബി കൺസിഡർ ആസ് 0 ആണ്. ഇതാണ് IRC റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ. The velocity should be considered as 75% and f is equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ, അതായത് ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ 127 R എന്ന് പറയുന്ന ഇക്വേഷൻ മാറും. എങ്ങനെ മാറും? യെസ്, ഇതിൽ എഫ് ഈക്വൽ ടു 0 ആയി മാറി. യെസ്, ലെറ്റ് മീ റൈറ്റ് ഡൗൺ വിത്ത് സം അതർ ഇങ്ക്. അത് ആ ഇക്വേഷനിൽ നമുക്ക് എഫ് എന്തായി മാറും? 0 ആയി മാറും. വി എന്തായി മാറും? 0.75 വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ ഇ വിൽ ബി ഈക്വൽ ടു യെസ് 0.75 വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 127 R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇഫ് യു റീഅറേഞ്ച് ദിസ് ആൻഡ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, നൗ യു ആർ ഗെറ്റിംഗ് ദ ഡിസൈൻ ഫോർമുല ഇ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ ദ വെരി ഫേമസ് 225 R എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തും. സോ ഇവിടം വരെ നിങ്ങൾ ഡിറൈവ് ചെയ്തെത്തിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, സോ ഡെറിവേഷൻ ഈസ് ലൈക്ക് ദിസ്. യു ഹാവ് ടു ഡിറൈവ് ബൈ ഫസ്റ്റ് ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു ഫോഴ്സ് അനാലിസിസ് ഡയഗ്രാം വരയ്ക്കണം. ഓർക്കുക, 3 ഫോഴ്സ് ഉണ്ട്. ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ദെൻ ദർ ഇസ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ദെൻ ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ 3 ഫോഴ്സസ് മാർക്ക് ചെയ്യണം. യെസ്, വി ഹാവ് ടു റിസോൾവ് W ആൻഡ് P.
അപ്പോഴേ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടുള്ളൂ. ക്ലിയർ? ദെൻ യു ഹാവ് ടു കൺസിഡർ സമ്മേഷൻ x is equal to 0. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്താണ്? ദ വെരി ഫേമസ് ആൻഡ് ജനറൽ ഇക്വേഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ E plus F is equal to capital V square by 127R. ക്ലിയർ? യെസ്. പിന്നെ അതിനെ നമ്മൾ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എപ്പോഴാണ് പറയുക? വെൻ ഓൾ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് റെസിസ്റ്റഡ് ബൈ സൂപ്പർ എലിവേഷൻ എലോൺ. സൂപ്പർ എലിവേഷൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാണ്? എല്ലാം റെസിസ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. ദെൻ ഇൻ ദാറ്റ് കേസ് the pressure exerted by both inner and outer tire on the surface of the road is same, that is E is equal to അവിടെ F ഉണ്ടാവില്ല, only E is equal to capital V square by 127R. And when talking about design super elevation, അതായത് പ്രാക്ടിക്കൽ കേസിൽ പറയുമ്പോൾ റോഡുകളിൽ പല വണ്ടികളും പല വെലോസിറ്റിയിലാണ്, that is we are moving at a mixed traffic condition, then IRC suggests to take 75% of the design velocity by neglecting the friction. അതായത് F is equal to 0, V is equal to 0.75V. If we substitute that value, we will get design super elevation as capital V square by 225R. ഇതാണ് derivation part. Clear? ഇനി ഇത് second part എന്താണ് പറയുന്നത്? Yes, determine the super elevation required for horizontal curve of radius 300 meter with a design speed of 80 km/h under mixed traffic condition. So നിങ്ങൾക്ക് അറിയാം ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. And for urban area. Clear? യെസ്. എന്താണ് അർബൻ ഏരിയയുടെ പ്രത്യേകത? സോ നമുക്കറിയാം, സിൻസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ, ഓക്കെ, അവർ മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷനാണ് പറയുന്നത്. സോ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ടെൽ മീ വിച്ച് ഇക്വേഷൻ ടു ബി യൂസ്ഡ്? യെസ്, നമുക്ക് E is equal to capital V square divided by 225R എന്ന് യൂസ് ചെയ്യണം. E is equal to capital V square by, and വിയുടെ യൂണിറ്റ് എന്താണ് ഇവിടെ? V is in the unit, യെസ്, km/h ആണ്, ഒരു സംശയമില്ല. R is in the unit meter ആണ്. ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഹിയർ. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, യെസ്, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഹിയർ, ലെറ്റ് മീ ചെക്ക് ദ വാല്യൂ. യെസ്, E is equal to capital V എത്രയാണ്? 80 square divided by 225 into 300 എന്നാണ് കിട്ടുക. ഇഫ് യു ചെക്ക് ദിസ് വാല്യൂ, ഐ ഹോപ്പ്, യെസ്, ലെറ്റ് മീ ചെക്ക് ദ വാല്യൂ. എത്ര കിട്ടുക നിങ്ങൾക്ക്? എത്രയാണ് കിട്ടുന്നത്? എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് വാല്യൂ? ടെൽ മീ വാട്ട് ഈസ് ദ വാല്യൂ യു ആർ ഗെറ്റിംഗ്? Yes, if you calculate this, you will get the value as I think 0.094. 0.094 ആണ്. പക്ഷേ പ്രശ്നം എന്താണ്? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.094 ആണ് കിട്ടുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്? We know for urban area, tell me what is the value of, what is the E max value? Yes, what is the super elevation maximum value for urban area? എത്രയാണോ? 0.04 only. 4% 0.04 ആണ് മാക്സിമം വാല്യൂ. 0.04 ആണ് മാക്സിമം വാല്യൂ. പക്ഷേ ഇപ്പോൾ എത്ര കിട്ടിയത് നമുക്ക്? 0.94 ആണ്. സോ ഇത് കൊടുക്കാൻ പറ്റുമോ? നോ, വി കനോട്ട് പ്രൊവൈഡ് ദിസ്. സോ നമ്മൾ എന്ത് എഴുതണം നോക്കിയേ? ഈ ഡയലോഗ് നിർബന്ധമായിട്ട് എഴുതണം, എന്നാലേ മാർക്കുള്ളൂ. എന്താണ്? സിൻസ് എന്താണ് അർബൻ ഏരിയയിൽ മാക്സിമം എത്രയാണ്? 0.04 ആണ്. അതുകൊണ്ട് പ്രൊവൈഡ് സൂപ്പർ എലിവേഷൻ ഈസ് ഈക്വൽ ടു, യെസ്, E ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് 0.04 എന്ന് കൊടുക്കണം. 0.04 എന്ന് കൊടുക്കണം, നിർബന്ധമാണ്. ഓക്കെ, യെസ്. ആൻഡ് അതിന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? അതായത് ജനറൽ ഇക്വേഷൻ എന്താണ്? E plus F is equal to capital V square by 127R ആണ്. 127R ആണ് അല്ലേ? ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? യെസ്, നിങ്ങൾക്ക് ഇതിൽ F കണ്ടുപിടിക്കാം. നമുക്കറിയാം ബൈ ഡിഫോൾട്ട് F വാല്യൂ എത്ര കിട്ടണം? 0.15 കിട്ടണം. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദീസ് വാല്യൂ. അതായത് Eക്ക് നിങ്ങൾ 0.04 കൊടുക്കുന്നു. F നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ ഇക്വേഷനിൽ. ക്യാപിറ്റൽ V സ്ക്വയർ എത്രയാണ്? 80 സ്ക്വയർ ആണ്. ദെൻ 127 ഇൻറ്റു 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫ്രം ദീസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വേർ വി അസ്യൂംഡ് യെസ് ഈ മാക്സിമം വാല്യൂ, F എത്ര കിട്ടണം? F നമുക്ക് 0.12 എന്നാണ് കിട്ടുക. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ എത്രയാണ്? 0.15 ആണ് അല്ലേ? എഫിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണോ? 0.15 ആണ്. അതിനേക്കാളും ചെറുതാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. ഓക്കെ, ഈ ചെക്കും കൂടി കാണിച്ചു കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ എഴുതണം ഹെൻസ് പ്രൊവൈഡ് സൂപ്പർ എലിവേഷൻ E is equal to 0.04 എന്ന് എഴുതി അണ്ടർലൈൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, ലെറ്റ് മീ റിവൈസ് ദിസ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, മിക്സ്ഡ് ട്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 0.094 ആണ്. യെസ്, ഒരു തെറ്റുമില്ല. പക്ഷേ അർബൻ ഏരിയ എന്ന ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നതുകൊണ്ട് യെസ്, ഫോർ അർബൻ ഏരിയ വി നോ ദ മാക്സിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ ഈസ് ഓൺലി 0.04. അതിൻ്റെ മുകളിൽ കൂടാൻ പാടില്ല. ഇവിടെ എത്ര കിട്ടിയത്? 0.094. സോ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തു? നമ്മൾ എന്ത് പറഞ്ഞു? പ്രൊവൈഡ് 0.04.
അതിനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. അതായത് നിങ്ങൾ ഈ മാക്സിമം 0.04 കൊടുക്കുമ്പോൾ അല്ലേ നമുക്ക് എഫ് എന്തും കൂടി കിട്ടണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.15 കിട്ടണം. അതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, എഫ് ഈസ് 0.12 എന്ന് കിട്ടി, വിച്ച് ഇസ് ലെസ് ദാൻ 0.15. അപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാണ്, ഓക്കെ ആണ്. സോ വി ക്യാൻ ഗോ വിത്ത് ഇ ഈസ് ഈക്വൽ ടു 0.04. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1-ലെ 11A എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് കഴിഞ്ഞിരിക്കുന്നത്. 11A എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് കഴിഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഡിഫൈൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. SSD എന്താണ് ഡിഫൈൻ ചെയ്യണം. List the factors affecting stopping side distance and also derive an expression for SSD on a level road. Okay, so നമുക്ക് എന്ത് തുടങ്ങാം? ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് നമ്മൾ ഡിറൈവേഷൻ കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് പറയാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദിസ്. യെസ്, എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? യെസ്, വെരി സിമ്പിൾ ആണ്. യെസ്, SSD is the minimum side distance available on a highway at any spot having sufficient length to enable the driver to stop a vehicle traveling at a design speed safely without collision with another obstruction. അല്ലേ, നമ്മൾ വണ്ടി പോകുമ്പോൾ മുന്നിലൂടെ ആരെങ്കിലും ക്രോസ് ചെയ്യുന്നു, ഒരാൾ ക്രോസ് ചെയ്യുന്നു, നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു എന്ത് ചെയ്തു? യെസ്, ഒരു ഡോഗ് ക്രോസ് ചെയ്തു, ഒരു നായി ക്രോസ് ചെയ്തു. ഓക്കെ, യെസ്, ഒരു ആൾ പെട്ടെന്ന് ക്രോസ് ചെയ്തു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റണം? നമ്മുടെ വണ്ടി ആ ഒബ്സ്ട്രക്ഷനുമായിട്ട് കൊളൈഡ് ചെയ്യാതെ സേഫ്ലി നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റണം. അതായത് മുന്നിൽ മൂവ് ചെയ്യുന്ന വണ്ടിയുമായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടോ? അതായത് പൊതുവെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യു ഹാവ് ടു കീപ്പ് എ 3 മീറ്റർ ഡിസ്റ്റൻസ് അവേ ഫ്രം ദ വെഹിക്കിൾ മൂവിങ് അഹെഡ് ഓഫ് യു. നമ്മൾ മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് ഒരു 3 മീറ്റർ ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. അഥവാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ചവിട്ടിയാൽ കിട്ടണം. നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ, നമ്മളങ്ങ് പോയി വിടുകയാണ്, നമ്മളങ്ങ് പോകാനാണല്ലേ. സോ അതാണ് പരിപാടി. ദ ലെങ്ത് ഓഫ് ദ റോഡ് വിസിബിൾ അഹെഡ് ടു ദ ഡ്രൈവർ സോ ദാറ്റ് ഹി ക്യാൻ സ്റ്റോപ്പ് ദ വെഹിക്കിൾ സേഫ്ലി വിത്തൗട്ട് കൊളൈഡിങ് ദ ഒബ്സ്ട്രക്ഷൻ. ക്ലിയർ അല്ലേ? അതാണ് ഡെഫിനിഷൻ. ഇത് എഴുതണം, നിർബന്ധമാണ്, മാർക്കാണിത്. ഓക്കെ, യെസ്. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗർ, നോക്കിയേ, ഡെറിവേഷൻ പറയുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡെറിവേഷൻ. യെസ്, ലെറ്റ്സ് ഇതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ റോഡ്. ഓക്കെ, നമ്മുടെ വണ്ടിയാണ് വരച്ചിരിക്കുന്നത്. യു ക്യാൻ ഡ്രോ എ ഫിഗർ ഓൾസോ, വെരി ഗുഡ് ഫിഗർ വരയ്ക്കാൻ നിങ്ങൾക്ക്. ഓക്കെ, ലെറ്റ്സ് സേ വണ്ടി 1 എന്ന് പറയുന്ന ഇൻസ്റ്റൻ്റിലാണുള്ളത്. ഓക്കെ, ആൻഡ് വി ആർ ഹാവിങ് ഒബ്സ്ട്രക്ഷൻ ഹിയർ. ഇതാണ് നമ്മുടെ എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. ചിലപ്പം ഫ്രണ്ടിൽ മൂവ് ചെയ്യുന്ന മറ്റൊരു വണ്ടിയായിരിക്കാം, എന്തോ ആയിരിക്കാം. ക്ലിയർ? സോ പ്രശ്നം എന്താണ്? നിങ്ങൾ 1 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയപ്പോഴാണ് നിങ്ങൾ ഒബ്സ്ട്രക്ഷൻ കാണുന്നത്. ഓക്കെ, 1 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്തത്? യു ആർ യെസ് സീയിങ് ദാറ്റ് ദർ ഈസ് എൻ ഒബ്സ്ട്രക്ഷൻ. എന്ത് വേണമെങ്കിലും ഒബ്സ്ട്രക്ഷൻ. സോ 1 to 2 വരെ. ആൻഡ് നിങ്ങൾ ആ ഒബ്സ്ട്രക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ വണ്ടി ചവിട്ടി നിർത്തി. നിങ്ങൾക്ക് വണ്ടി സേഫ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വണ്ടി നിങ്ങൾ കൊളൈഡ് ചെയ്യാതെ 3 എന്ന പൊസിഷനിൽ. ഓക്കെ, ദർ ഈസ് നോ കൊളീഷൻ ഒക്കറിങ്. സോ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, സോ 3 ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൺസിഡർ ചെയ്തു. 1 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് നമ്മൾ കാണുന്നത്. ക്ലിയർ ആണോ? 1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോഴാണ് നമ്മൾ കാണുന്നത് യെസ് ദർ ഈസ് എൻ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. സോ 1 to 2 എന്ന് പറയുന്ന ഈ ഒരു ഗ്യാപ്പ് നോക്കിയാൽ പ്രാക്ടിക്കലി ഈ പറയുന്ന സംഭവം പെട്ടെന്ന് നടക്കും. ഓക്കെ, വിത്തിൻ എ സെക്കൻഡ് യെസ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോയി ഇടിക്കുകയാണ്. ബട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ സ്ലോ മോഷനിൽ പറയുകയാണ്. സോ ലെറ്റ്സ് സേ 1 എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മൾ ഇത്തരത്തിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ആസ് എ ഡ്രൈവർ നമ്മൾ ചിന്തിക്കും, നമ്മൾ ആ സിറ്റുവേഷനെ പെർസീവ് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്ക് പതുക്കെ അപ്ലൈ ചെയ്യണം. സോ 1 മുതൽ 2 വരെ യാതൊരു ആക്ഷനും നടക്കുന്നില്ല, ചിന്തകൾ മാത്രമേ നടക്കുന്നുള്ളൂ. എന്തൊക്കെ ചിന്തകളാണ്? 1 മുതൽ 2 വരെ അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്നും ഞാൻ വണ്ടി സ്ലോ ചെയ്യണമെന്നും ഞാൻ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തണമെന്നുള്ള ചിന്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യാതൊരു തരത്തിലുള്ള ആക്ഷനും നടക്കുന്നില്ല. സോ ദർ ഈസ് നോ ആക്ഷൻ ഒക്കറിങ്. ദാറ്റ്സ് വൈ ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് ടേംഡ് ആസ് ലാഗ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? 1 എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് കാണുന്നത്. സോ 1 മുതൽ 2 വരെ യാതൊരു തരത്തിലുള്ള ആക്ഷനും നടന്നിട്ടില്ല. ഈ സിറ്റുവേഷൻ നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, ഈ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി പെർസീവ് ചെയ്യുന്നുള്ളൂ. യെസ്, ഓക്കെ, എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര മണ്ടനാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. യെസ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞല്ലോ. അതായത് 1 to 2 വരെ നമ്മുടെ വെഹിക്കിളിൻ്റെ വെലോസിറ്റി മാറുന്നില്ല. അതായത് ഇവിടെ വെലോസിറ്റി v ആണെങ്കിൽ ഇവിടെയും വെലോസിറ്റി എത്ര തന്നെയായിരിക്കും? v തന്നെയായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും 1-ന് വെലോസിറ്റി v ആണെങ്കിൽ 2-ലെ വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും? v ആയിരിക്കും. ബിക്കോസ് ദർ ഈസ് നോ ആക്ഷൻ ഒക്കറിങ്. വെലോസിറ്റി കൂടുന്നുണ്ടോ? ഇല്ല. വെലോസിറ്റി കുറയുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് വി ആർ തിങ്കിങ് ഓർ വി ആർ പെർസീവിങ് ദ സിറ്റുവേഷൻ.
ഇനി 2ന്ന് നമ്മൾ എഫക്റ്റീവ്ലി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമേ ബ്രേക്ക് ചെയ്യുള്ളൂ. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഡിസ്റ്റൻസ് ഇസ് ടേംഡ് ആസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഓർ ബ്രേക്ക് ഡിസ്റ്റൻസ്. ആൻഡ് 3 എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും, ബിക്കോസ് വി ഹാവ് എഫക്റ്റീവ്ലി അപ്ലൈഡ് ദ ബ്രേക്ക്. ഇപ്പോൾ വണ്ടി എന്തായി സേഫ്ലി സ്റ്റോപ്പ് ആയി. ഈസ് ദാറ്റ് ഓക്കെ? ഇതാണ് സിറ്റുവേഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ബ്രേക്ക് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൽ എന്ന് നൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത്. ക്ലിയർ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നൗ നോക്കിയേ, സംഭവം നോക്കിയേ, 1 to 2 വരെ എന്താണ്, ഒരു ആക്ഷനും നടക്കുന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ടേംഡ് ആസ് സംതിങ് ഈസ് ലാഗിങ്. സംതിങ് ഈസ് ലാഗിങ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ലാഗ് ഡിസ്റ്റൻസ്. 1 എന്ന് പറയുന്ന പോയിന്റിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നും, പക്ഷേ ആ സിറ്റുവേഷൻ അയാൾ റിയാക്ട് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ പോയിന്റ് ശേഷമാണ്, അല്ലേ? വണ്ണിലാണ് ഇയാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, പക്ഷേ റിയാക്ഷൻ കൊടുത്തത് എപ്പോഴാണ് 2 എന്ന് പറയുന്ന പോയിന്റിന് ശേഷം മാത്രം. അതായത് IRC പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കി റിയാക്ഷൻ കൊടുക്കാൻ എടുക്കുന്ന സമയം, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് റിയാക്ഷൻ കൊടുക്കാൻ എടുക്കുന്ന സമയം, ദാറ്റ് ഈസ് ദ ടോട്ടൽ റിയാക്ഷൻ ടൈം സ്മോൾ ടി ഇൻ കേസ് ഓഫ് SSD എത്രയാണ് പറയൂ? ഇറ്റ് ഈസ് 2.5 seconds എന്നാണ് പറയുന്നത്. 90% ആളുകൾക്കും 2.5 seconds എടുക്കും ടു റിയാക്ട് ടു എനി സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. നോക്കിയേ, 2.5 seconds എന്ന് പറഞ്ഞാൽ 0.5 second കൊണ്ട് ഈ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? പ്രാക്ടിക്കലി നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു പട്ടി ക്രോസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഡോഗ് ക്രോസ് ചെയ്തു, പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, സഡൻ ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടി കൊണ്ട് ഇടിക്കുക എന്നല്ലാതെ, അല്ലേ? സോ വിത്തിൻ സെക്കൻഡ്സ് പരിപാടി കഴിയും. പക്ഷേ നമ്മളെന്താണ്, ആസ് പെർ ലോട്ട്സ് ഓഫ് സ്റ്റഡി കണ്ടക്ടഡ് ബൈ IRC, അല്ലെ, സ്പെസിഫിക്കേഷൻസ് എല്ലാം കുറച്ച് കൂടുതലാണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് 90% ഓഫ് ദ പീപ്പിൾ വിൽ ടേക്ക് ദിസ് മച്ച് ടൈം ടു റിയാക്ട് ടു എ സിറ്റുവേഷൻ. ഇതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം. നമുക്കറിയാം അത് SSDയിൽ എത്രയാണ്? 2.5 seconds ആണ്. OSDയിൽ എത്രയാണ്? 2 seconds ആണ്. ക്ലിയർ? സോ നോക്കിയേ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ഫോർ ലാഗ് ഡിസ്റ്റൻസ്. എത്രയാണ്? 1 to 2 എന്ന് പറയുന്ന ലാഗ് ഡിസ്റ്റൻസ് ആണ്. എത്രയാണ് വെലോസിറ്റി? ഇവിടെയും വെലോസിറ്റി V ആണ്, ഇവിടെയും വെലോസിറ്റി V ആണ്. ആൻഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് എ ടൈം ഓഫ് T ആണ്. ദെയർഫോർ ലാഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, V into T ആണ്. യെസ്, അത് പറയുന്നതിന് മുമ്പ്, ലാഗ് ഡിസ്റ്റൻസ് പറയുന്നതിന് മുമ്പ് നോക്കിയേ, 1 to 3 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ മൊത്തം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് ടേംഡ് ആസ് സൈറ്റ് ഡിസ്റ്റൻസ്. ഏത് സൈറ്റ് ഡിസ്റ്റൻസ്? സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. 1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ എന്തോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് കണ്ടു നിങ്ങൾ. ആൻഡ് 3 എന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ വണ്ടി സേഫ്ലി സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദാറ്റ് ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് ടേംഡ് ആസ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ത് എഴുതാം? യെസ്, SSD ഈസ് ഈക്വൽ ടു, ഇത് എഴുതണം, ഈസ് ഈക്വൽ ടു ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് എന്താണ്? ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. SSD ഈസ് ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് എന്താണ്? ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? SSD ഈസ് ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. ആൻഡ് നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ഫോർ ലാഗ് ഡിസ്റ്റൻസ്. ആൻഡ് ലാഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു 1 to 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അല്ല, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം ആണ്. 1ൽ V ആണ് വെലോസിറ്റി, 2ൽ V ആണ് വെലോസിറ്റി, എടുക്കുന്ന സമയം T ആണ്. സോ ലാഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ എത്രയാണ്? V into T ആണ്. ലാഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ എത്രയാണ്? V into T ആണ്. ഇനി ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് തിങ്, ദാറ്റ് ഈസ് ബ്രേക്ക് ഡിസ്റ്റൻസ്. സെക്കൻഡ് വൺ ഏതാണ്? ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. നോക്കിയേ, ബ്രേക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ 4ാം ക്ലാസ്സിലെ ഫിസിക്സ് ആവശ്യമാണ് നമുക്ക്. 4ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്താ പറയുന്നത്? 4ാം ക്ലാസ്സിൽ ഫിസിക്സ് ഉണ്ടോ? നോക്കിയേ, 4ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്താ പറയുന്നത്? യെസ്, ലെറ്റ് മീ ടേക്ക് റെഡ് ഇങ്ക്. 2 to 3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് 2 to 3 സംഭവിക്കുന്നത്? ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലേ? ആൻഡ് അതിന് അഗെയിൻസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, അല്ലേ? ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യില്ലേ, അല്ലേ? യെസ്, ലെറ്റ്സ് സേ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡെവലപ്പ്, വണ്ടി ഈസ് മൂവിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ, അല്ലേ? സോ ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം വിച്ച് ഇസ് ഓൾവേസ് ഈക്വൽ mu into n ആണ്. ആൻഡ് ഇപ്പോൾ ഏതാണോ നോർമൽ ഫോഴ്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി mu into n. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ എന്താ എഴുതിയത്? ഇറ്റ് ഈസ് മ്യൂക്ക് പകരം നമ്മൾ എന്താ എഴുതുക? F എന്നാണ് എഴുതുക. ആൻഡ് നൗ ദ നോർമൽ ഫോഴ്സ് ഈസ് W. ക്ലിയർ? സോ ദിസ് ഈസ് എ ഫോഴ്സ് കമ്മിങ് ഹിയർ. ഈ പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? വി നോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ക്ലിയർ? സോ 2 to 3 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു പ്രത്യേക തിയറം ആവശ്യമാണ്. ദ വെരി ഫേമസ് തിയറം. ഇറ്റ് ഈസ് ടേംഡ് ആസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്ന പഴയ ക്ലാസ്സുകളിലെ ഈ തിയറം നമ്മളിപ്പോൾ ഓർക്കണം. ക്ലിയർ അല്ലേ? എന്താണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? നോക്കിയേ, 2 എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി V ആണ്, 3 എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. സോ ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ആൻഡ് കൈനറ്റിക് എനർജി എന്താണ്? 12 mv².
So half, yes, there will be a half mv square minus 0. അല്ലേ, കാരണം വെലോസിറ്റി 0 ആയി. will be equal to work done, and work done എന്ന് പറഞ്ഞാൽ എന്താണോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഏത് ഫോഴ്സ് ആണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഏതാണോ ഡിസ്റ്റൻസ് ഇവിടെ? ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് ദ ബ്രേക്ക് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് L. ഓക്കെ, സോ ദിസ് വിൽ ബി ക്യാപിറ്റൽ L. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് വിൽ ബി അഗെയിൻ ഹാഫ് എം വി സ്ക്വയർ. യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇറ്റ് ഈസ് എഫ് ഇൻറ്റു വെയ്റ്റ് ഇൻറ്റു ക്യാപിറ്റൽ L. യെസ്, ലെറ്റ് മീ റീറൈറ്റ് ദാറ്റ് അഗെയിൻ. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഇൻറ്റു ജി ആണ്, ഇൻറ്റു L. സോ എം ഗെറ്റ് ക്യാൻസൽ. ഇവിടെ നിങ്ങൾ L കണ്ടുപിടിക്കൂ. ഫൈൻഡ് ഔട്ട് L ഫ്രം ദിസ് ഇക്വേഷൻ. Therefore L will be equal to, yes, L will be equal to എന്തായിരിക്കും? L will be equal to പറയൂ. L will be equal to V square divided by 2GF എന്ന് കിട്ടും. V square divided by 2GF എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് ലാഗ് ഡിസ്റ്റൻസ് എന്ത് കിട്ടി? V ഇൻറ്റു ടി എന്ന് കിട്ടി. യെസ്, നിങ്ങൾക്ക് ബ്രേക്ക് ഡിസ്റ്റൻസ് എന്ത് കിട്ടി? യെസ്, V square by 2GF എന്ന് കിട്ടി. നമുക്കറിയാം SSD will be equal to ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. That is, it will be equal to VT, that is the lag distance, plus V square by 2GF ആയിരിക്കും. V square by 2GF ആയിരിക്കും. ക്ലിയർ? V square by 2GF ആയിരിക്കും. ദിസ് ഈസ് ഇക്വേഷൻ ഫോർ ലാഗ് ഡിസ്റ്റൻസ്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുക? വെലോസിറ്റി ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഏതിലാണ്? ഓൾ ദ വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓൾ ദ വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ ആണ്. ക്ലിയർ? ഇഫ് നത്തിങ് ഈസ് മെൻഷൻ, വാല്യൂ ഈസ് 0.35. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി നോക്കിയേ, ഇതിനെ നിങ്ങൾ മറ്റൊരു രീതിയിലും കൂടി മാറ്റി എഴുതുമ്പോൾ അതിനൊരു അഡീഷണൽ മാർക്ക് ഉണ്ട്. ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ഏതാണ്? വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ. നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡിനെ ഇൻറ്റു 18/5 ചെയ്താൽ നമുക്ക് എന്താക്കാൻ പറ്റും? കിലോമീറ്റർ പെർ അവർ ആക്കാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് യു നോ ദിസ് കൺവേർഷൻ. സോ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യാം. ആൻഡ് ജീൻ്റെ വാല്യൂ എത്രയാണ്? G value is equal to 9.81 ആണ് നമുക്കറിയാം. ഓക്കെ, സോ ഇഫ് യു കൺവേർട്ട് ദാറ്റ് വാല്യൂ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, യെസ്, SSD will be equal to, ഇതും കൂടി മാറ്റി എഴുതുമ്പോൾ ഒരു മാർക്കും കൂടി അഡീഷണലി വരികയാണ്. ഓക്കെ, 0.278 ഇൻറ്റു ക്യാപിറ്റൽ V ഇൻറ്റു ടി പ്ലസ് ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ 254F എന്ന് കിട്ടും. ക്ലിയർ? 254F എന്ന് പറയുന്ന ഈ ഇക്വേഷനും കൂടി എഴുതുക, ഇതും കൂടി ബോക്സ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇങ്ങനെയും കൂടി എഴുതുക. ഇൻ ദിസ് ഇക്വേഷൻ ക്യാപിറ്റൽ V എന്ന് പറയുന്നത് എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. ഇങ്ങനെയും കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ? സോ ദീസ് ആർ ദ ഡെറിവേഷൻ ആൻഡ് ഡെഫിനേഷൻ ഓഫ്, യെസ്, SSD ആണ്. ഡെറിവേഷൻ ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഏതാണ്? യെസ്, SSD ആണ്. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി നോക്കിയേ, ക്വസ്റ്റ്യനിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. എന്താണ്? വി ഹാവ് ടു എക്സ്പ്ലെയിൻ. വെർ ഇസ് എ ക്വസ്റ്റ്യൻ? യെസ്, വി ഹാവ് ടു എക്സ്പ്ലെയിൻ. എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ. നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. സോ യെസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്? റീഡ് ദീസ് പോയിന്റ്സ്. ആ ഇക്വേഷൻ തന്നെ ക്ലിയർ ആണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആർ ടോട്ടൽ റിയാക്ഷൻ ടൈം അല്ലേ, അത് ബൈ ഡിഫോൾട്ട് എത്രയാണ്? 2.5 seconds ആണ്. ദെൻ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, തീർച്ചയായിട്ടും അതാണല്ലോ. എഫിഷ്യൻസി ഓഫ് ബ്രേക്സ് ആണല്ലേ. യെസ്, ഈ പറയുന്ന ഡെറിവേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ബൈ അസ്യൂമിങ് ദാറ്റ് നമ്മുടെ വണ്ടിക്ക് 100% ബ്രേക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 100% എന്നാണ്. അതിൽ കുറവാണെങ്കിൽ ഇക്വേഷനിൽ ചേഞ്ച് വരും, നമുക്കറിയാം. ഓക്കെ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ, തീർച്ചയായിട്ടും അല്ലേ, റോഡും ടയറും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവണം, ഇല്ലേ വണ്ടി ചവിട്ടിയാൽ നിൽക്കില്ല. ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഗ്രേഡിയന്റ് ഓഫ് ദ റോഡ്. അപ്ഗ്രേഡിനാണെങ്കിൽ SSD മാറും, ഡൗൺ ഗ്രേഡിനാണെങ്കിൽ SSD മാറും. തൽക്കാലം ഫാക്ടേഴ്സ് എഴുതിയാൽ മതി, അതിൻ്റെ എഫക്ട് എഴുതണ്ട. ഓക്കെ, ഡെറിവേഷനാണ് ഇവിടെ പോയിന്റ് ഉള്ളത്. ആ ഡെറിവേഷനിൽ നിങ്ങൾ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ എഴുതണം. യു ഹാവ് ടു റൈറ്റ് ദ വെലോസിറ്റി ഇൻ കിലോമീറ്റർ പെർ അവർ ഓൾസോ. ക്ലിയർ അല്ലേ? ആൻഡ് ദീസ് ആർ ദ അതർ ഫാക്ടേഴ്സ്. സോ ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു? ഡിഫൈൻ ദ SSD, ഡിറൈവ് ദ SSD ആൻഡ് റൈറ്റ് ഡൗൺ ദ ഓർ ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് SSD. അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, യു നോ ഓൾ ദ ഫാക്ടേഴ്സ്. ഇതാണ് പാർട്ട് ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 11ാമത്തെ ക്വസ്റ്റ്യൻ, A and B. Now let's move to the പാർട്ട് B. മൊഡ്യൂൾ 1ലെ പാർട്ട് ബിയിലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ലെറ്റ്സ് മൂവ് ടു ദ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് എല്ലാം ചെയ്യണം. ഓക്കെ, ദെൻ ഓൺലി വി വിൽ ഡു. രണ്ട് ഓപ്ഷൻ നമ്മൾ ചെയ്യും. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എക്സാമിന് ഏതാണോ എളുപ്പം നിങ്ങൾ അത് ചെയ്യാം. ക്ലിയർ? ഓക്കെ, സോ ഡെഫിനിഷൻ എഴുതുന്നതിന് ഒരു മാർക്ക് ഉണ്ട്.
Okay, then you have to derive it. അതിന് നമുക്ക് 2 മാർക്ക് അവൈലബിൾ ആണ്. Then again you have to write for this. Clear? It is factors affect കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് മറ്റൊരു 2 മാർക്ക് കൂടി അവൈലബിൾ ആണ്. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഡെറിവേഷൻ കാണിക്കണം. വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡിൽ കാണിച്ചാൽ മാർക്ക് ഉണ്ട്. വെലോസിറ്റി ഇൻ കിലോമീറ്റർ പെർ അവറിൽ കാണിച്ചാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നമുക്ക് ആൻസർ കീയിൽ അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റിനെ ചെയ്തിട്ടുള്ളൂ. മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് ബിയിലെ രണ്ടാമത്തെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്, ദിസ് സെഷൻ ലെങ്ത് നമുക്ക് ഓൾറെഡി കൂടുതലായി. ഓക്കെ, സോ ഇതിൻ്റെ പാർട്ട് ബിയിലെ 11ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. പാർട്ട് ബിയിലെ 12ാമത്തെ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാനുണ്ട് മൊഡ്യൂൾ 1ൻ്റെ. വി വിൽ ഡു ദാറ്റ് ഇൻ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, സോ അടുത്ത സെഷനിൽ കാണുന്നവരെ താങ്ക് യു.